നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് സുരക്ഷയുടെ കാര്യത്തിൽ UAE തന്നെയാണ് ഒന്നാമത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുമ്പോഴും COVID-19 പരിശോധനയ്ക്കായി UAEയിൽ 14 ഡ്രൈവ് ത്രൂ പരിശോധനാ കേന്ദ്രങ്ങൾ കൂടി ആരംഭിച്ചതോടെ പ്രതിദിന പരിശോധനകളുടെ എണ്ണം 10,000 കടന്നിരിക്കുകയാണ്. രാജ്യത്തെ മറ്റ് ആശുപത്രികളിലും ക്ലിനിക്കുകളും നടക്കുന്ന പരിശോധനകൾക്ക് പുറമെയാണിത് ആരംഭിച്ചിരിക്കുന്നത്. പ്രവാസികളടക്കമുള്ള UAE സമൂഹത്തിന്റെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്താൻ അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഉപമേധാവിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് അബുദാബി ഹെൽത്ത് സർവീസസ് കമ്പനി ഈ സൗകര്യങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യകളിൽ അധിഷ്ഠിതമാണ് ഡ്രൈവ് ത്രൂ സെന്ററുകൾ. ആഗോള അംഗീകാരമുള്ള ഹെൽത്ത് കെയർ ടീമുകളും എല്ലായിടത്തും സജ്ജമാക്കിയിട്ടുണ്ട്. അൽ ബഹിയ ടെസ്റ്റിംഗ് സെന്ററിൽ ആദ്യ ദിവസം തന്നെ 800 പരിശോധനകൾ നടത്തിയെന്ന് മാനേജർ ഡോക്ടർ ഹിസ അൽ താഹിർ വ്യക്തമാക്കുകയും ചെയ്തു. പരിശോധനകളിലൂടെ വൈറസ് ബാധിച്ചവരെ പെട്ടെന്ന് കണ്ടെത്തി ചികിത്സ നൽകാനും രോഗിയുമായി ബന്ധപ്പെട്ടവരെ ഉടൻ ക്വാറന്റൈൻ ചെയ്യാനും സാധിക്കുന്നതായി ഹിസ അൽ താഹിർ വ്യക്തമാക്കിയിരിക്കുകയാണ്. എമിറേറ്റ്സ് ID ഉപയോഗിച്ചുള്ള രജിസ്ട്രേഷൻ മുതൽ മൂക്കിൽ നിന്ന് സ്രവമെടുക്കൽ വരെയുള്ള പരിശോധനാ നടപടികൾ 3 മുതൽ 5 മിനിറ്റ് കൊണ്ട് ഇതിനോടകം തന്നെ പൂർത്തിയാകുകയും ചെയ്യും. പരിശോധന ആവശ്യമുള്ളവർ ഇസ്തിജാബ സെന്ററുകൾ വഴി 800-17-17 എന്ന നമ്പറിലോ സേഹ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ രജിസ്റ്റർ ചെയ്തിരിക്കണം. പരിശോധനയ്ക്ക് മുമ്പ് പ്രീ അസസ്മെന്റ് ടെസ്റ്റിൽ പങ്കെടുക്കുകയും ചെയ്യണം. രോഗലക്ഷണങ്ങളുള്ളവർ, മുതിർന്ന പൗരന്മാർ, ഗർഭിണികൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ ബാധിച്ചവർ എന്നിവർക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. ഇവർക്ക് പരിശോധന സൗജന്യവുമാണ്. എന്നാൽ മുൻകരുതൽ പരിശോധനകൾക്കായി വരുന്നവർ 370 ദിർഹം ഫീസും നൽകണം. സഹ ആപ്ലിക്കേഷൻ വഴി പണം അടയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. നിശ്ചയദാർഢ്യക്കാർക്ക് വൈറസ് പരിശോധന വീട്ടിലൊരുക്കുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അറിയിക്കുകയും ചെയ്തു. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയെന്ന UAE ലക്ഷ്യത്തിന്റെ ഭാഗമായാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇതിനോടകം തന്നെ നടപടികളും കർശനമാക്കിയിരിക്കുകയാണ്. UAEയിൽ ഒരു എമിറേറ്റിൽ നിന്ന് മറ്റൊരു എമിറേറ്റുകളിലേക്ക് തൊഴിലാളികളെ കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ദുബായ്, അബുദാബി എമിറേറ്റുകളാണ് നിയന്ത്രണം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയത്. ഇന്നലെ അബുദാബി എമിറേറ്റ് ആണ് മറ്റ് എമിറേറ്റുകളിലേക്ക് തൊഴിലാളികളെ കൊണ്ടുപോകുന്നതിനും മറ്റ് എമിറേറ്റുകളിൽ നിന്ന് തൊഴിലാളികളെ കൊണ്ടുവരുന്നതിനും ആദ്യം വിലക്ക് ഏർപ്പെടുത്തിയത്. ഇന്ന് ദുബായ് നഗരസഭയും വിലക്കും പ്രഖ്യാപിച്ചു. നാളെ മുതൽ മറ്റ് എമിറേറ്റുകളിൽ താമസിക്കുന്ന തൊഴിലാളികളെ ദുബായിലേക്ക് കൊണ്ടുവരരുതെന്ന് കോൺട്രാക്ടിംഗ് കമ്പനികൾക്ക് നൽകിയ സർക്കുലറിൽ നഗരസഭ വ്യക്തമാക്കിയിരിക്കുകയാണ്. ദുബായ് എമിറേറ്റുകളിലെ തൊഴിലാളികളെ എമിറേറ്റിന് പുറത്തെ ജോലികൾക്കായി കൊണ്ടുപോകാനും പാടുള്ളതുമല്ല. കോവിഡ് രോഗം പടരുന്ന സാഹചര്യത്തിൽ കൂടുതലും നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളെ ഉദ്ദേശിച്ചാണ് നടപടി സ്വീകരിച്ചു വരുന്നത്. ഷാർജ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇന്നു മുതൽ മുഴുവൻ ഇന്റർസിറ്റി ബസ് സർവീസുകളും നിർത്തിവെക്കുകയും ചെയ്തു. അൽ ജുബൈലിലെ ബസ് സ്റ്റേഷനുകളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടുന്നതായിരിക്കും. ഇത്തരത്തിൽ പൂർണ്ണമായി നിശ്ചലമായിരിക്കുകയാണ് UAE. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.